നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഒരുപാട് ദിവസങ്ങളായി എന്നോട് ചോദിച്ചിട്ടുള്ള റെസിപ്പിയാണ്. കഴിഞ്ഞ ക്രിസ്മസിന് തന്നെ ഇടാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു പെർഫെക്റ്റ് റെസിപ്പി കിട്ടാണ്ട് അറിയാലോ ഞാൻ ഇടില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഒരുപാട് റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പിയാണിത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയാ പിടിയും കോഴിയാണിത്. അതിനെ തെറ്റിക്കാൻ വേണ്ടി ഭർത്താവിന് കുറെ നേരം പരിശ്രമിച്ചിട്ടുണ്ട്. എന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ആണ് അലുവയും മീൻകറി, പഴംപൊരി മീൻകറി. എന്റെ അമ്മോ ജന്നി എവിടെ നിന്ന് വന്നതാണ്. അപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങ മീൻകറി. ഇത് രക്തത്തിൽ എനിക്ക് പങ്കില്ല കേട്ടോ. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ പിടിയും കോഴിയും നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങളുടെ റിക്വസ്റ്റ് ഇത്ര നാൾ നീട്ടിക്കൊണ്ടു പോയതിന് ഒരുപാട് സോറി. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്ന വീഡിയോസ് ഒരുപാട് പേര് കണ്ടിട്ടില്ല. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വാഴയിൽ എങ്ങനെയാണ് പ്രിസർവ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ കാണാത്തവർ കാണാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് പിടിയും കോഴിയും തയ്യാറാക്കാൻ നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പിടിയും കോഴി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ കോഴി, അതായത് 1 കിലോ ഫ്രഷ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് സ്കിൻ റിമൂവ് ചെയ്തിട്ടുള്ള ചിക്കനാണ് ഞാൻ വാങ്ങിച്ചത്. മീഡിയം സൈസസ് പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. അപ്പോൾ ഞാനിത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം 2 ടേബിൾ സ്പൂൺ വിനീഗറും ഒരു അല്പം തൈരും ഇട്ടിട്ട് വെച്ചു. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായി കഴുകി കളഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉളുമ്പ് മണമൊക്കെ ഉണ്ടെങ്കിൽ മാറാനും മീറ്റൊക്കെ ടെൻഡറൈസ് ആവാനും വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. വിനീഗറും ഉപ്പും തൈരൊക്കെ ചേർത്ത് ഒന്ന് കഴുകിയെടുത്താലാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കനൊക്കെ കാണുമ്പോൾ ഒരു തൃപ്തി ആവാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് കഴുകി മൊത്തത്തിൽ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനാണിത് കേട്ടോ. നമുക്ക് ചിക്കൻ മാറ്റി വയ്ക്കാം. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കണം. മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ കുറച്ച് മസാലകൾ എടുത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ പിന്നെ എളുപ്പമായിരിക്കും പണി. അപ്പോൾ ഇത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ സാധാരണ ഇടാറുള്ള പോലെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും 1 by 1 ആയിട്ട് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ എപ്പോഴും ചിലവർ പറയാറുണ്ട്, ചേച്ചി ഞാൻ അങ്ങനെ ഇടുമ്പോൾ കരിഞ്ഞു പോകുന്നുണ്ടെന്ന് എന്നോട് കംപ്ലയിൻറ്റ് പറയുന്ന കാരണമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അളവെന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പിടിയും കോഴിയും ആയതുകൊണ്ട് ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഈ കോഴിക്കറി ഉണ്ടാക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ പിടി വേണ്ട, വെറും കോഴിക്കറി മാത്രം മതി എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അളവ് എടുക്കണ്ട. മുളക് പൊടിയുടെ അളവ് കുറച്ചോളൂ. സാധാരണ രീതിയിലുള്ള ചിക്കൻ കറി മതി എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ പിടി എന്ന് പറയുമ്പോൾ അറിയാലോ, കുറച്ച് നാളികേരപ്പാൽ ഉണ്ടാവും, അതിൽ ഗ്രേവി ഉണ്ടാവും. നമ്മുടെ ചിക്കൻ കറി സ്പൈസി ആയി മാത്രമാണ് കറക്റ്റായിട്ട് ചേർന്ന് പോകുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചിക്കൻ കറി സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നത്. ആ പോയിന്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് എരിവ് കൂടി എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യം കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടിയുടെ അളവെന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതായത് പിരിയൻ മുളകിൻ്റെ പൊടി. ഒരുപാട് പേര് ഇപ്പോൾ ചോദിക്കാറുണ്ട്, എന്താണ് ചേച്ചി ഈ കാശ്മീരി മുളക് പൊടി എന്നുള്ളത്. പിരിയൻ മുളകില്ലേ, ഒട്ടും എരിവില്ലാത്ത മുളകാണത്. അത് കളറിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ചിക്കൻ കറി നല്ല കളറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഈ മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പിരിയൻ മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതി. പക്ഷേ അളവ് വളരെ സൂക്ഷിച്ചിടണമെന്ന് മാത്രം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചിക്കൻ കറി സ്പൈസിയാണ്. അതുകൊണ്ട് സ്പൈസി ആയിട്ടുള്ള മുളക് ഇടണം. ആ സാധാരണ നോർമൽ ആയിട്ടുള്ള എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾ പേടിക്കരുത് കേട്ടോ, അയ്യോ ഇത് എന്തോരാണ് ഇടുന്നതെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വിചാരിക്കുന്ന അത്ര എരിവൊന്നുമില്ല. കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ എപ്പോഴും എൻ്റെ ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും എന്ത് കറിയിലാണെങ്കിലും മല്ലിപ്പൊടി വളരെ കുറച്ച് ഇടാറുള്ളൂ. അതായത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. സാധാരണ പറയാറുണ്ട്, പണ്ടത്തെ അമ്മമ്മമാരൊക്കെ പറയാറുണ്ടായിരുന്നു ഈ മുളക് പൊടിയേക്കാളും കൂടുതൽ മല്ലിപ്പൊടി വേണമെന്ന്. പക്ഷേ എനിക്കിവിടെ മല്ലിപ്പൊടിയുടെ സ്വാദ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും മല്ലിപ്പൊടിയുടെ അളവ് കുറച്ച് ഇടാറുള്ളൂ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇപ്പം നിങ്ങളുടെ അടുത്ത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ സാരമില്ല, പെരിഞ്ജീരകം സാധാരണ പെരിഞ്ജീരകം എടുത്തിട്ട് ചതച്ച് എടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം ഇത്രയും പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ പൊടികളെല്ലാം കൂടി നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് പരുവത്തിൽ ആക്കിയതിന് ശേഷം മാറ്റി വയ്ക്കാം. വെള്ളത്തിൻ്റെ അളവ് ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ എന്തായാലും ഈ മസാല പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കേണ്ട മസാലയാണിത്.
ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക്. എല്ലാ മസാലയും കൂടി നന്നായിട്ട് മിക്സായി ഒരു പേസ്റ്റ് പരുവത്തിൽ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാൻ 200 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് 25 ഉള്ള ചെറിയുള്ളി വരും. അത് ഉണ്ടെങ്കിൽ അത്രയും നന്നായിരിക്കും. കാരണം നമ്മുടെ കറികളിലൊക്കെ ടേസ്റ്റ് കൂട്ടാൻ ഏറ്റവും നല്ലത് ചെറിയുള്ളിയാണ് കേട്ടോ. ഒരു ചെറിയുള്ളീനെ 4 കഷ്ണമായിട്ട് മുറിച്ചിട്ടിരിക്കുന്നതാണിത്. അപ്പോൾ അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, സവാള മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ ഇതിൽ സവാളയും വേണം, ഈ ഗ്രേവിയിൽ നല്ലോണം ഉള്ളി വേണം. അപ്പോൾ ഞാനിവിടെ 3 സവാളയും എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ സവാളയുടെ എണ്ണം 5 എണ്ണമൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളിയും കൂടി എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത് ഈ ചിക്കൻ കറിയുടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള വെളുത്തുള്ളി 10 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നന്നായി കഴുകിയതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്നതാണിത്. നന്നായി പേസ്റ്റ് ആക്കൊന്നും വേണം, വെറുതെ ജസ്റ്റ് ചതച്ചെടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് 4 എണ്ണം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില നിറയെ വേണം, ആദ്യം കുറച്ച് മതിയാവും. അപ്പോൾ നമുക്കിനി ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം വെക്കുക. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചിക്കൻ കറിക്ക് കുറച്ച് അധികം വേണം. അതായത് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറവ് മതിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്തപ്പോൾ ഒരു നാടൻ ചിക്കൻ കറി ആയതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ, ഒലിവ് ഓയിലൊക്കെ ഉപയോഗിക്കാം. പക്ഷേ നാടൻ ടേസ്റ്റ് മാറും എന്ന് മാത്രം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കുക. ഒരു 2 മിനിറ്റോളം വഴറ്റുക ഇഞ്ചിയും വെളുത്തുള്ളി. അതിനുശേഷം നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരിക്കലും സവാളയൊന്നും വഴറ്റാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എടുത്തെടുത്ത് പറയുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് വഴറ്റി ഇതിൻ്റെ പച്ചമണക്ക് മാറി നന്നായിട്ട് സവാള വാടണം. അതുവരെ വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയി ഇളക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ അടിയിൽ നിന്ന് പിടിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലാണ്ട് കൈ വിടാണ്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ സമയം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരപ്പാൽ എടുത്ത് വെക്കണം. നാളികേരപ്പാൽ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ എനിക്ക് കിട്ടുന്ന ബോക്സ് 2 ബോക്സ്. അത് തണുപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നാളികേരത്തിൻ്റെ തണുപ്പ് മാറ്റിയതിന് ശേഷം മാത്രം നാളികേരപ്പാൽ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നാളികേരപ്പാൽ പിരിയും. അത് സൂക്ഷിക്കുക. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം കട്ടിപ്പാൽ പിഴിഞ്ഞെടുക്കുക. അതായത് ഒരു 3/4 ഗ്ലാസോളം കട്ടിപ്പാൽ നമുക്ക് കിട്ടും. പിന്നെ ബാക്കി വരുന്ന നാളികേരത്തിൽ വീണ്ടും 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത് പിഴിഞ്ഞ് വെക്കാൻ പോകണം. അപ്പോൾ 2 ഗ്ലാസോളം രണ്ടാം പാല് കിട്ടും. അപ്പോൾ 2 ഗ്ലാസ് രണ്ടാം പാലും വേണം നമുക്ക്, 3/4 ഗ്ലാസ് കട്ടിപ്പാലും വേണം കേട്ടോ. അപ്പോൾ അത് പാല് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അരഭാഗം ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വഴണ്ട് കിട്ടണം. അതായത് കുറച്ചും കൂടി ബ്രൗൺ കളർ ആവണം. അപ്പോഴാണ് ആ പച്ചമുളക് മാറി നല്ല ടേസ്റ്റ് വരും നമ്മുടെ കറിക്ക്. അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഈ പിടി ആയതുകൊണ്ട് കുറച്ചും കൂടി സ്പൈസി വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ സ്പൈസ് ലെവലൊക്കെ നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ഓർക്കണം കേട്ടോ. ഞാൻ ഈ സമയം കൊണ്ട് ഒരു 3/4 ഗ്ലാസ് നല്ല കട്ടിപ്പാൽ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയിൽ നിന്ന്. അതുപോലെ തന്നെ 2 ഗ്ലാസ് രണ്ടാം പാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ നാവാനുണ്ട്. ഈ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും സമയം എടുക്കുന്നത് ഈ സവാള വഴറ്റാനാണ് കേട്ടോ. പക്ഷേ സവാള വഴറ്റി നല്ല ബ്രൗൺ ഷെയ്ഡ് ആയാലാണ് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ക്ഷമ വേണം ഈ സവാള വഴറ്റുമ്പോൾ. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്തോളൂ കേട്ടോ. അല്ലാണ്ട് ഇത് മാത്രം നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രത്യേകിച്ച് നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അല്ലാതെ തന്നെ അടിയിലൊന്നും പിടിക്കുന്നില്ല. പിന്നെ സാധാരണ ചീനച്ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. കാരണം ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളിയും സാധാരണ പാത്രങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പോൾ അത് കരിഞ്ഞ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പ്രശ്നമായി മാറും. അതുകൊണ്ട് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കറി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ കൂടെ തന്നെ ഞാൻ പിടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിടിയും റെഡിയാക്കും. പക്ഷേ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന കാരണം രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ പിടി ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യായിരിക്കും സമയം ലാഭിക്കാൻ ഏറ്റവും നല്ലത്. സവാളയും ചെറിയുള്ളിയൊക്കെ അത്യാവശ്യം ചെറിയ രീതിയിൽ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട കേട്ടോ. ഇത്ര മതി. നമുക്കിനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ കൂട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇതിലിട്ട് ആദ്യം തന്നെ വഴറ്റിയെടുക്കണം. പച്ചച്ചോടുകൂടി നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. അതുകൊണ്ട്
ഇതിൻ്റെ കംപ്ലീറ്റ് പച്ചച്ചുവ മാറാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള കാരണം കരിയില്ലേ മസാല, എണ്ണ കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തോളൂ. എന്നിട്ട് മസാലയുടെ കംപ്ലീറ്റ് ആ റോ ടേസ്റ്റ് മാറുന്നവരെ വാട്ടി കൊടുക്കുക. ഞാനിതിലൊരു കാര്യം ഇടാൻ മറന്നു പോയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഗരം മസാല. ഗരം മസാല ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല നമുക്ക് ഇനി അവസാനം ഒരു 1/4 ടീസ്പൂൺ കൂടെ വേണം. അപ്പോൾ മൊത്തം 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ പച്ചമണം മാറുന്നവരെ വാട്ടി കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാൻ ഇത്തിരിയും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അതായത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ശരിക്കും പച്ചമണം മാറില്ല. അപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ അത്യാവശ്യം പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് ഒരു 5 മിനിറ്റോളം നമുക്ക് ഇതിൽ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് 2ാം പാലിലാണ് ചിക്കൻ വേവിക്കേണ്ടത്. 2ാം പാലിൽ വേവിക്കുമ്പോഴാണ് ചിക്കൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ചിക്കൻ കഴിക്കാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇടുന്നേക്കാളും മുൻപായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രേവിയില്ലേ, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഇടാൻ മറക്കരുത് കേട്ടോ. അത്യാവശ്യം ഗ്രേവിയുള്ള കറിയാണിത്. നന്നായി ചിക്കൻ മസാലയിൽ പരണ്ടിട്ടുണ്ട്. നമുക്ക് 5 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വയ്ക്കാം. ഈ തവിയിലുള്ളതൊക്കെ ഇതിലേക്ക് ഇട്ടോളൂ കേട്ടോ കറക്റ്റായിട്ട്. നമ്മളിപ്പോൾ തൽക്കാലം ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ലേ, ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലോട്ട് 2ാം പാല് 2 ഗ്ലാസ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഇനി പുളിക്ക് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർക്കാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ വിനീഗറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, തക്കാളി മതി എന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ മസാലയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം അതിലോട്ട് ഒരു 1.5 തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഒരു 3/4 ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. കണ്ട മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇത് റെഡിയാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ. താഴെയൊന്നും പിടിക്കില്ല, കാരണം നമ്മുടെ എന്നാലും റിസ്ക് എടുക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഗ്രേവിയുടെ അളവ് തീരുമാനിക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വേണം ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ തീരുമാനിക്കാൻ. അപ്പോൾ നമ്മളിനി ഇതിൽ കട്ടി തേങ്ങാപ്പാലും കൂടെ വരും. പക്ഷേ ഇരിക്കുമ്പോൾ ചിക്കൻ കറി ഇച്ചിരി തിക്കായിട്ട് മാറും. അപ്പോൾ അതിനനുസരിച്ച് ഗ്രേവി കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം ഈ സമയത്ത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്, കാരണം എനിക്ക് അത്യാവശ്യം ഗ്രേവി വേണം. പച്ചവെള്ളം ഒഴിക്കരുത് ഒരിക്കലും, ചൂടുവെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. അതായത് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതേപോലെ ചുറ്റിച്ച് കൊടുത്താലും മതി, നമ്മുടെ മീൻ കറിയൊക്കെ ചുറ്റിക്കണ പോലെ. നല്ലൊരു റെഡിഷ് കളറാണ് ഈ കറി. മല്ലിപ്പൊടി വളരെ കുറവേ ചേർത്തിട്ടുള്ളൂ. അതേസമയം കാശ്മീരി മുളക് പൊടിയാണ് ഇതിൻ്റെ കളർ എന്ന് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാശ്മീരി മുളക് പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഇടുന്ന മുളക് പൊടി ഇത്ര ഒന്നും ഇട്ടേക്കരുത് ചങ്ങാതിമാരെ, വളരെ കുറച്ച് ഇടാൻ പാടുള്ളൂ. ഇത് കാശ്മീരി മുളക് പൊടിക്ക് എരിവില്ലാത്ത കാരണമാണ് ഞാൻ അധികം ഇട്ടേക്കുന്നത്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ കാശ്മീരി മുളക് പൊടിയുടെ പച്ചമണം മാറാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതെപ്പോഴും ഓർക്കുക. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തതിന് ശരിക്കും പച്ചമണം മാറിയതിന് ശേഷം മാത്രം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചില പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കറി തന്നെ മോശമായിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട. അത്യാവശ്യം ചിക്കൻ്റെ പീസസൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ട് ഇരുന്നോട്ടെ. നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ചിക്കൻ കറി അത്യാവശ്യം എന്താ പറയുക ഗ്രേവിയൊക്കെ തിക്കൻ ആയിട്ടുണ്ട്. ഫൈനലി നമുക്ക് എന്തായാലും ചേർത്ത് കൊടുക്കേണ്ടത് നല്ല തിക്കായിട്ടുള്ള നാളികേരപ്പാൽ. 3/4 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഈ കുറയ്ക്കാം. തിളയ്ക്കാൻ പാടില്ല, കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പറയും. പിന്നെ നിങ്ങൾ ചോദിക്കാറുണ്ട്, ചേച്ചി ഇത് ചൂടാക്കുമ്പോൾ ചിക്കൻ കറിയൊക്കെ പിറ്റേ ദിവസം എടുത്ത് ചൂടാക്കുമ്പോൾ തിളപ്പിച്ചുവിടുക. അപ്പോൾ തിളപ്പിക്കാം, ഇപ്പോൾ തിളപ്പിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ചൂടായതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഞാൻ അവസാനമായിട്ട് നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ സമയത്ത് എന്ത് ചെയ്യണം, ടേസ്റ്റ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഞാനിപ്പോൾ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ നല്ലോണം ചാറുണ്ട് അല്ലേ. തണുത്ത് കഴിഞ്ഞ് നോക്കൂ, പാകത്തിനായിരിക്കും ചാറ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് ചാറ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഗ്രേവിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഇതൊക്കെ രാത്രിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് അടിപൊളിയായിരിക്കും. ചിക്കനിലൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിരിക്കും വെക്കും. അപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാത്രിക്ക് അടിപൊളിയായിരിക്കും. ഇപ്പോൾ അടിപൊളിയല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ഗ്രേവി ചിക്കനും പീസിലും ഉള്ളിലോട്ട് കയറണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. ഒരല്പം ഉപ്പിന് കുറവുണ്ട്. ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല അത്യാവശ്യം എരിവുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ എരിവ് കുറച്ചോളൂ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി കാച്ചി ഒഴിച്ച് കൊടുക്കാം. അതോടുകൂടി നമ്മുടെ പരിപാടി കഴിയാണ്. അപ്പോൾ വീണ്ടും ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു കറിവേപ്പിലയുടെ ഇട്ടിട്ടുണ്ട്, മൂടി വെക്കുക. എന്നിട്ട് ഞാൻ ഉള്ളി കാച്ചട്ടെ. അതിന് വേണ്ടിയിട്ട് ഒരു 4-5 ഉള്ളി എടുക്കുക, ഇത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഉള്ളി കാച്ചുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ പക്ഷേ ഈ കറിയിലേക്ക് ഉള്ളി കാച്ചാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ഒരു ഉള്ളിയുടെ നല്ല ഫ്ലേവറാണ് കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടും. അപ്പോൾ താല്പര്യമില്ലെങ്കിൽ ഉള്ളി കാച്ചണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു 4 ചെറിയുള്ളി തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ളതാണിത്. അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം തീയിലിട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്. ഞാനിത് തീയിൽ നിന്ന് എടുത്തു. ഇനി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം തിരിച്ചു ഒഴിക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. ഞാനങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളി ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തേക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. കോഴിയും പിടിയിലത്തെ കോഴി റെഡി ആയിട്ടുണ്ട്. ഞാൻ തുറക്കുകയാണേ. എന്താ അതിൻ്റെ കളർ, എന്താ ഇവിടെ മണം എന്നറിയോ? കോഴീൻ്റെ മണം. വെച്ച കോഴീൻ്റെ മണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരും മിക്കവാറും. അയൽവാസികൾക്കൊക്കെ നല്ല മണമായിരിക്കും അവിടെ. പ്രത്യേകിച്ചും ഫ്ലാറ്റൊക്കെ ആയതുകൊണ്ട് കംപ്ലീറ്റ് ഞങ്ങളുടെ ഞങ്ങളുടെ ഫ്ലോർ എന്നല്ല കേട്ടോ. ഇവിടെ കറി വെച്ച് കഴിഞ്ഞാൽ 2-3 ഫ്ലോർ അറിയും. വേണു ചേച്ചി എന്താ ഉണ്ടാക്കിയത് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു ഗ്രേവി, ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നോക്കി. ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ഈ ഒരു ഗ്രേവിയിൽ ഇരുന്ന് കഴിഞ്ഞാലാണ് കറക്റ്റായിട്ടുള്ള ഞാൻ പറഞ്ഞ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസി ശരിയാവുള്ളൂ. തണുക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് കുറയും. പക്ഷേ ഇത്രയെങ്കിലും ഗ്രേവി വേണം. എന്തിന്? പിടിയും കോഴി ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, പിടിയുടെ കൂടെ മാത്രമല്ല കേട്ടോ, എന്തിൻ്റെ കൂടെ പോകുന്നൊരു കറിയാണ്. ചപ്പാത്തി, പൊറോട്ട, നാൻ, ഈവൻ ചോറിൻ്റെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളിയാണ്. പുട്ടിൻ്റെ കൂടെ ഗംഭീരമാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ഇതിൻ്റെ ചാറിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഗംഭീരമായി കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ പോയിന്റ് മാത്രം നിങ്ങൾ നോക്കുക. നമ്മൾ ചേർത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയുടെ ആ പച്ചമണം നന്നായി മാറിയതിന് ശേഷം മാത്രം ചിക്കൻ ഇടാൻ പാടുള്ളൂ. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നിങ്ങൾ തള്ളിക്കളയരുത്. അപ്പോൾ ഞാൻ അടച്ചു വെക്കുകയാണ്. അപ്പോൾ നമുക്കിനി പിടി പരിപാടി ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് പിടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ. 1 ഗ്ലാസ് അരിപ്പൊടിയുടെ കണക്കാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇത് വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ്, അതായത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. ആ കുക്കറിലോട്ട് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീ ഓൺ ചെയ്യുക. എന്നിട്ട് നന്നായി വെള്ളം തിളയ്ക്കട്ടെ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ഉപ്പ് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് നാളികേരമാണ്. 4 ടേബിൾ സ്പൂൺ നാളികേരമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നാളികേരത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ജീരകമാണ്. നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം കൈകൊണ്ട് ഞരടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ജീരകവും ഈ നാളികേരവും വെള്ളം കൂടി നന്നായി തിളയ്ക്കണം. നന്നായി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ചില സ്ഥലങ്ങളിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർക്കാറുണ്ട്. പക്ഷേ ഞാൻ അരച്ച് ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്തുക. ഇപ്പം നന്നായി തിളക്കട്ടെ. ഇത് കിടന്നിട്ട് നാളികേരമൊക്കെ നന്നായി തിളയ്ക്കുമ്പോൾ ശരിക്കും നാളികേരപ്പാലിൽ ഇത് വേവിക്കുന്ന പോലെ തന്നെ എഫക്റ്റ് ഉണ്ടാവും. അത് നല്ല ടേസ്റ്റാണ്. നമ്മുടെ പിടിക്ക് കൊടുക്കുക. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിനി ഉപ്പ് നോക്കുക. ഉപ്പ് കൺഫേം ചെയ്യുക. അത്യാവശ്യത്തിന് ഉപ്പ് ഉണ്ടെന്നുള്ള കാര്യം ഓവറായിട്ട് കൂടാൻ പാടില്ല. എന്നാലും ഉപ്പ് ഉണ്ടായിരിക്കണം. എന്നിട്ട് നമുക്കിനി ഇതിലോട്ട് അരിപ്പൊടി ഇടുക. അതിനനുസരിച്ച് കണ്ടിന്യൂസായി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്യാണേ. തീ ഓഫ് ചെയ്തു. ഇനി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. നന്നായി അതങ്ങ് കുക്കായിക്കോട്ടെ. എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ 15 മിനിറ്റ് വെക്കുക. അതിനുശേഷം നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം പിടിയാക്കി മാറ്റുക. ഓക്കെ, ഞാനിത് അടച്ചു വെക്കുകയാണ്. ഈ അടുപ്പിൽ നിന്ന് മാറ്റി ചൂടില്ലാത്ത അടുപ്പിലോട്ട് മാറ്റി വെക്കുക. വെയിറ്റ് വെക്കണം, എന്നാലേ അതിനുള്ളിലത്തെ ചൂടിൽ കംപ്ലീറ്റ് ഇരിക്കുകയുള്ളൂ. അടുപ്പ് മാറ്റി തണുപ്പുള്ള അടുപ്പിലോട്ട് മാറ്റി ഞാൻ വെക്കുകയാണ്. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ കുക്കറിൽ നിന്ന് മാവ് എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് അങ്ങ് നമുക്ക് കുഴച്ച് കൊടുക്കാം. ചൂട് 15 മിനിറ്റ് കഴിയുമ്പോൾ അത്യാവശ്യം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചൂടേ ഉണ്ടാവുള്ളൂ. ഒരുപാട് പത്തിരിക്ക് കുഴക്കണ പോലെ ഇടിയപ്പത്തിന് കുഴക്കണ പോലെ ഒന്നും കുഴക്കൊന്നും വേണ്ട. അപ്പം അത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളകളാക്കണം.
അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ജസ്റ്റ് വെള്ളം ഒന്ന് തടവുക, അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തടവിയാലും മതി, അതായത് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കുഞ്ഞി മണി ഉരുട്ടി എടുക്കാം. ഞാൻ എപ്പോഴും ഇതേപോലത്തെ ഉരുളകൾ ഉണ്ടാക്കുമ്പോൾ വളരെ ചെറിയ ഉരുളകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറ്, കാരണം അതാണ് കൂടുതൽ നല്ലത്. ഒരുപാട് വലിയ ഉരുളകളായി കഴിഞ്ഞാൽ മണികളുടെ ഉള്ളിലോട്ടൊന്നും ചിക്കൻ്റെ ചാറൊന്നും പോകില്ല. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മണികളാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. എൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ഉരുളകളാക്കി മാറ്റാം. അപ്പോൾ സൈസ് നിങ്ങൾക്ക് താല്പര്യം അത്ര സൈസിലുള്ള ഉരുളകളാക്കിയതിന് ശേഷം നമുക്ക് ഒരു സ്റ്റീമറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഷേപ്പും ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്ക് കുറച്ചും കൂടി താല്പര്യം തോന്നാറുള്ളത് ഈ മലബാർ ഏരിയയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് നമ്മൾ ഉരുളകളാക്കിയതിന് ശേഷം ജസ്റ്റ് നടുവിലൊന്ന് പ്രസ് ചെയ്യും, അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നന്നായിട്ടുണ്ടാവും. ഈ ഒരു ഷേപ്പ്, അതായത് ഉരുളാക്കിയതിന് ശേഷം ഉള്ളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ ഒരു കുഴി പോലെ വരും. ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ നന്നായി തോന്നുന്നത്, കാരണം ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് ഗ്രേവി പിടിക്കാൻ കുറച്ചും കൂടി ഇതായിരിക്കും നല്ലതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ മൊത്തത്തിലുള്ള മാവ് ഞാൻ ഇതുപോലെ ഉരുളകളാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. ദേ ഇവിടെ നന്ദൂട്ടനും ഞാനും കൂടി കണ്ടിട്ട് ഉണ്ടകൾ ഉരുട്ടിയിട്ടുണ്ട് കേട്ടോ. പല ഷേപ്പിലാണ് മാറിയിരിക്കുന്നത്, സോറി. പിന്നെ എൻ്റെ ഭർത്താവിനാണെന്നുണ്ടെങ്കിൽ കുഞ്ഞായിട്ടുള്ള കടുകുമണി പോലെ ആക്കണം എന്ന് പറയും, പക്ഷേ അതെനിക്ക് പറ്റില്ല എന്നറിയാലോ. എന്തോരം സമയം പിടിക്കുന്നറിയോ, നമ്മളെ ഇതിൻ്റെ സൈസ് കുറയും തോറും ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലോട്ട് മാറ്റാം. ഞാനിതാ പറഞ്ഞത് ഇങ്ങനത്തെ ഷേപ്പിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പല ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നന്ദുവിൻ്റെ കരവിരുത് ഇതിലുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് ആയതുകൊണ്ട് അവനെ വിളിച്ചില്ല, ഞാൻ ചെറിയ എമൗണ്ട് എടുത്തിട്ടുള്ളൂ പിടി കേട്ടോ, കാരണം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ ബാക്കി പിടിയപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് സ്റ്റീമറിൻ്റെ മൂടി വെക്കുക. അപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ വട്ടയപ്പം ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇത് എവിടെ നിന്ന് വാങ്ങിച്ചതെന്ന്. PG എന്നുള്ള ബ്രാൻഡാണ്, PGൻ്റെ മൾട്ടി കടായി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഞാൻ തൃശ്ശൂരിലെ ബിഗ് ബസാറിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ ഉണ്ടകൾ ഇട്ട് കൊടുക്കാം. ഞാനിതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. ഏത് സ്റ്റീമറിലായാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെയായാലും സ്റ്റീം ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് തീ, അല്ലെങ്കിൽ ഒരുപാട് സമയം പിടിക്കും നമുക്ക് ഇത് സ്റ്റീമായി കിട്ടാൻ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങളുടെ അടുത്ത് അതുപോലത്തെ സ്റ്റീലിൻ്റെ ഇതില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിൽ വെച്ച് കൊടുത്താലും മതി, അപ്പോഴും സ്റ്റീമായി കിട്ടിക്കോളും കേട്ടോ. ആ പാത്രം ഇല്ലയെന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പിടി അവിടെ സ്റ്റീം ആവുന്ന സമയം കൊണ്ട് ഞാനിവിടെ നാളികേരപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 1.5 നാളികേരത്തിൽ നിന്ന് ഒരു 4 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. അത് 1-ാം പാല് 2-ാം പാലെന്നൊന്നുമില്ല, മൊത്തത്തിൽ 4 ഗ്ലാസ് പാല്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ എനിക്ക് 4 ഗ്ലാസ് പാല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് നാളികേരപ്പാൽ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ചിലവർ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരപ്പാൽ ചെയ്യില്ല. അതേസമയം നേരത്തെ ചെയ്ത പോലെ തന്നെ വെള്ളത്തിൽ നാളികേരം ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് തിളപ്പിച്ചിട്ട് അതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പിടി ഇട്ട് കൊടുക്കുകയാണ് സാധാരണ ചിലർ ചെയ്യാറ്. പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. പക്ഷേ എനിക്ക് ബേസിക്കലി നാളികേരപ്പാലിൽ ഉണ്ടാക്കുന്ന പിടിയാണ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം. ആ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടെ മറ്റേതിനേക്കാളും നല്ലത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിവിടെ നാളികേരപ്പാൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നാളികേരം ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിടി ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ കറിയിലോട്ട് ഇട്ട് കൊടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ആ പിടി വെന്തതിന് ശേഷം വേണം ബാക്കിയുള്ള പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ പിടി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റീമറിൽ നിന്ന് മാറ്റപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, എന്തെങ്കിലും ഒരു ഗ്ലൗസ് അല്ലെങ്കിൽ തുണി എടുത്തതിന് ശേഷം മാത്രം സ്റ്റീമറിൽ നിന്ന് റിമൂവ് ചെയ്യാനേ പാടുള്ളൂ. അല്ലെങ്കിൽ കൈ പെട്ടെന്ന് പൊള്ളിപ്പോങ്കി. കഴിഞ്ഞ ദിവസം എൻ്റെ കൈ പൊള്ളിയത് ഇങ്ങനെയാണ്. ഞാനിവിടെ നിന്ന് എടുക്കാൻ സൗകര്യത്തിന് സ്പൂൺ കൊണ്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എനിക്കിത് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വെള്ളം കളയട്ടെ. ഇതൊരു കടായി വെക്കുക. ആ കടായിലോട്ട് നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 4 ഗ്ലാസ് നാളികേരപ്പാലാണ് എനിക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അതുകൂടാതെ 1 ഗ്ലാസ് വെള്ളം കൂടെ, മൊത്തത്തിൽ 5 ഗ്ലാസ് കേട്ടോ. ഞാനിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്, കാരണം നമ്മൾ ചെറുതായി ഉപ്പ് വേണം. ഓൾറെഡി നമ്മൾ വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് പിന്നെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പിടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്താൽ മതിയിട്ട്. അങ്ങനെ മൊത്തത്തിൽ ഞാൻ പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായി കുറുകണം. കട്ടി തേങ്ങാപ്പാലല്ല നമ്മൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്, മൊത്തത്തിലുള്ള തേങ്ങാപ്പാലാണ്. അതുകൊണ്ട് ഇത് തിളച്ച് കഴിഞ്ഞാലും പിരിയില്ല. അപ്പോൾ ഇതെല്ലാം തിളച്ച് ഈ നമ്മൾ ഇട്ടിരിക്കുന്ന
പിടിയിലത്തെ കുറച്ച് അരിപ്പൊടിയും എല്ലാം കൂടിയും കണ്ട് നാളികേരം കൂടെ ഒക്കെ ആയിട്ട് കുഴഞ്ഞ് ഒരു കുഴമ്പ് പരുവത്തിൽ, അതായത് ഒരുപാട് തിക്കായിട്ട് പാടില്ല, അതേസമയം ഒരുപാട് ലൂസായിട്ടും പാടില്ല, സെമി തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഇത് ഇരിക്കേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. എന്താ പറയുക, കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടും കൂടെ ഹെൽപ്പ് ചോദിക്കുക. കാരണം ഒരുപാട് മെമ്പേഴ്സുള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത്രയും കുഞ്ഞാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് വലിയതാക്കി നമ്മൾ സാധാരണ ഉരുട്ടാറ്. പക്ഷേ വലുതാക്കി ചെയ്യുന്നതിലും ഇതിന് തമ്മിൽ ഒരുപാട് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി കഴിച്ചപ്പോൾ ഫീൽ ചെയ്താണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഷേപ്പൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ യു. തിളക്കട്ടെ, നന്നായിട്ടൊന്ന് കുറുകട്ടെ. ഓക്കെ. ഇപ്പോൾ സാധാരണ മണിപ്പൂട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇതിൽ കൂടെ അല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കും. ഇതിലിപ്പോൾ പഞ്ചസാര ഇടില്ല എന്ന് മാത്രം, ബാക്കിയൊക്കെ സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. ജാൻ്റെ വീട്ടിലൊക്കെ ജാൻ്റെ അമ്മ വീട് കണ്ടാൻശ്ശേരിയിലാണ്. അപ്പം കണ്ടാൻശ്ശേരിയിലൊക്കെ കോഴിയും പിടി എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ചെയ്തൊന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല, ടേസ്റ്റ് ചെയ്തിട്ടുമില്ല, അതുവരെ എനിക്കറിയില്ല. ഇനി വെക്കേഷന് പോകുമ്പോൾ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് അത് നമുക്ക് നോക്കാം, ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കി കാണിച്ചു തരാം ഞാൻ. ഇത് കോഴിയും പിടിയും, ഇത് വേറെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതേസമയം നമ്മൾ മലബാർ ഏരിയയിലേക്ക് പോകുമ്പോൾ റെസിപ്പി ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഓരോ ഏരിയയിലേക്കും അവരുടേതായ രീതിയിലുള്ള കോഴിയും പിടി ഉണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് ഈ റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ഇനി ഇടുന്നില്ല, കാരണം നമ്മുടെ ബോൾസ് ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിൽ തന്നെ ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ ജീരകമായി ആവും. അതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. തിളയൊക്കെ വരുമ്പോൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ ഒരുപാട് തിക്നെസ് കൂടിപ്പോവേ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ ഉള്ളത്. 5 മിനിറ്റ് കഴിഞ്ഞാൽ കുറച്ചും കൂടി തിക്നെസ് കൂടും. അത് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്തിട്ടേക്കാം. അത് തണുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. ഓക്കെ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഞാൻ പറയാറുണ്ട് ഇതിൽ പഞ്ചസാര ഇട്ടിട്ട് പഞ്ചസാര ഉള്ള പിടിയും ചിക്കൻ കറിയും കൂടി കഴിക്കാണ്. എന്ത് പറയാനാ, ഉപ്പ് കുറവാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. മതി, ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. കാരണം നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇനി തണുത്ത് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് വേണ്ട തിക്നെസ് ആയിക്കോളും. അതേസമയം ഇതിനേക്കാളും കൂടുതൽ നമ്മൾ തിക്കാക്കിയിട്ടുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് തിക്കായിട്ട് മാറും, അത് നന്നായിട്ടുണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇത് പല രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാം. അതായത് ഇതിപ്പോൾ ചില സ്ഥലത്ത് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പ്രൊസീജിയറൊന്നും ചെയ്യാണ്ട് വെറുതെ പിടി സ്റ്റീം ചെയ്തതിന് ശേഷം ചിക്കൻ കറിയിലിട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ചിക്കൻ കറിയും ഈ പിടി ഒരുമിച്ച് സെർവ് ചെയ്യുന്നവരുണ്ട്, പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ സാധാരണ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർവ് ചെയ്യുന്നേക്കാൾ ഒരു 10 മിനിറ്റ് മുമ്പ് എന്താ വെച്ചാൽ ഒരു പാത്രത്തിലോട്ട് ചിക്കൻ കറി ഇടും. അതിന് ശേഷം ഇത് ഇട്ട് വെക്കും. ഇതും കുറച്ച് 2-3 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ആ കറിയിലേക്ക് ഇട്ട് വെക്കും. അങ്ങനെയും കൊടുക്കുക. അപ്പോൾ ശരിക്കും ഗ്രേവി ഈ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സെർവ് ചെയ്യാം, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കഴിക്കുന്ന പോലെ തന്നെ. അപ്പോൾ അതെന്താണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത് അതുപോലെ ചെയ്തോളൂ കേട്ടോ. തണുത്തതിന് ശേഷം തിക്കായതിന് കൺസിസ്റ്റൻസി അതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റി വയ്ക്കാം, തണുക്കട്ടെ. ഇപ്പോൾ ഈ പിടി ഉണ്ടാക്കിയ സമയം കൊണ്ട് കണ്ടോ നമ്മുടെ ചിക്കൻ കറിയുടെ കൺസിസ്റ്റൻസി നോക്കി. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ കറക്റ്റ് തിക്നെസ് ആയില്ല. നേരത്തെ എന്തൊരു ലൂസായിരുന്ന ചിക്കൻ കറി ആയിരുന്നു, പക്ഷേ തണുത്തപ്പോൾ ഈ ഒരു തിക്നെസ് വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അത്രയും വെള്ളം നമ്മൾ ഒഴിക്കണം, എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള തിക്നെസ്സും അതുപോലെ തന്നെ ആ ഗ്രേവി നല്ല രസമായിട്ട് വരുള്ളൂ എന്ന്. ഓക്കെ. പിന്നെ അപ്പോൾ ഈ ഒരു തിക്നെസ്സുള്ള ഗ്രേവിയും അതിൻ്റെ തിക്നെസ് മാറുമ്പോൾ അതും കൂടി ആകുമ്പോൾ അടിപൊളിയായിരിക്കും. കാരണം ഇത് നല്ല സ്പൈസിയാണ്, അതൊരു ഇച്ചിരി സ്വീറ്റാണ്. കാരണം നമ്മൾ നാളികേരപ്പാലിലാണ് നമ്മളത് കുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചിക്കൻ കറി ഇത്രയും സ്പൈസിയാക്കി എടുക്കാൻ കാരണം. നമ്മുടെ പിടിയുടെ അത്യാവശ്യം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് അതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കുറച്ചും കൂടി ചൂടാറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ തിക്നെസ് വരും. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലുള്ള സമയത്ത് ഓഫ് ചെയ്ത് വെക്കാൻ പ്രത്യേകിച്ച് മറക്കരുത്. അപ്പോൾ ഇത് കണ്ട കുറച്ച് ചൂടാറിയതിന് ശേഷമാണ്, നന്നായി ചൂടാറിയതിന് ശേഷമായിട്ടുള്ള പരിവാണത്. അപ്പോൾ നല്ലോണം ഗ്രേവി അത്യാവശ്യം ഉണ്ടായിരിക്കണം. അതായത് ഒരുപാട് തിക്കല്ല, നമുക്ക് ഇതിൽ കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിലാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ഒന്ന് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. ഞാനിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കണ്ടിട്ട് ഇതിലൊഴിച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ജാനിന് കൊടുക്കാം. ജാൻ വരുമ്പോൾ ഗ്രേവി മാത്രം വീണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയുണ്ട് കേട്ടോ. സ്പൈസ് ലെവൽ ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കോഴിയും പിടിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ജാൻ ജോഷി കുറേ ദിവസമായി ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നോക്കിയിരുന്നൊക്കെ പറഞ്ഞ് പരാതിയാണ്. മാത്രമല്ല ഇതിന്റെ ടേസ്റ്റ് ഞാൻ നോക്കിയിട്ട് അതെ കുറെ നാളായില്ലേ ബിഹൈൻഡ് വരാതിരുന്നിട്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എരി കൂടുതൽ ഇട്ടത് കേട്ടാ.
പക്ഷെ ഈ സാധനം കൂട്ടി കഴിക്കുമ്പോൾ വേറൊരു ഓപ്ഷൻ ഉണ്ട്. എരിവ് ഇത്ര തന്നെ ആയിരുന്നു ഒരു പഞ്ചസാര ഇട്ടാലും മതി. ഞാൻ പറഞ്ഞു അത് അവരുടെ അടുത്ത്. ചിക്കനില പിടിയില് ചിക്കനിൽ അല്ലെങ്കിലേ പഞ്ചസാര പ്രിയ എന്നാണ് എന്റെ പേര് തന്നെ. ഇനിയിപ്പോ അപ്പൊ എരിവ് അഡ്ജസ്റ്റ് ചെയ്യണ്ട. പഞ്ചസാരയും കൂടെ വരുമ്പോൾ ശ്രീലങ്കൻ അയ്യോ അത് ഞാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാൻ. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചിരുന്ന പാത്രമായിരുന്നു. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കഴിച്ചാ. ഞാനതല്ലേ പ്ലേറ്റോടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇവിടെ പ്ലേറ്റ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ചട്ടിന്നാണ് പണ്ട് കറന്നന്മാരൊക്കെ കഴിച്ചോണ്ടിരുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും എന്റെ കെട്ടിയവനും ചട്ടി കഴിക്കാൻ തുടങ്ങി. അപ്പൊ താങ്ക് യു ഡിയർ. ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇതാ അലുവയും മീൻകറിയുമായി വീണാജാൻ സ്ക്രീനിൽ. അലുവയും മീൻകറി ഇല്ല ഇപ്പൊ. ഇന്നത്തെ റെസിപ്പി എന്താ പിന്നെ? അപ്പൊ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് പിടിയും കോഴിയും തയ്യാറാക്കാം എന്ന് നോക്കിട്ട് വരാം. തെറ്റിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയില്ല കേട്ടാ. ജാൻ ചേട്ടന് നല്ല അടി കൊടുക്കുന്ന സമയമായിട്ടുണ്ട്. ഓക്കെ.